പ്രിയമുള്ള സഖാക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഇവിടെ സഖാവ് രാജൻ വളരെ വിശദമായി മെയ് ദിന സന്ദേശം, മെയ് ദിനത്തിൻ്റെ ആവേശജനമായ സന്ദേശം നമ്മളോട് പകർന്നു നൽകി. മെയ് ദിന ആചരണ പരിപാടിയായ മെയ് ദിനത്തിൻ്റെ 140ാമത് ആചരണ വാർഷികമാണ്. 140 വർഷം മുമ്പ് 1886 മെയ് 4 ചിക്കാഗോയിൽ നടത്ത പോരാട്ടത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെമ്പാടും തൊഴിലാളികൾ അവരുടെ വീറുറ്റ സമരം ഉശിരോടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയി. അത് ലോകത്ത് മുഴുവൻ തൊഴിലാളികളുടെ അന്തസ്സും ആത്മാഭിമാനവും വളരെയധികം ഉയർത്തി. 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് ജീവിതത്തെ തൊഴിലാളിക്കും സന്തോഷം കണ്ടെത്താൻ, അവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അവൻ 8 മണിക്കൂറിലധികം ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചു. 12, 14, 16 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ലോകമെമ്പാടും അതായിരുന്നു. അടിമത്തൊഴിലും അതൊരു ജന്മികളുടെ കീഴിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് തൊഴിലാളികൾ 8 മണിക്കൂറിലധികം തൊഴിലെടുക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മെയ് ദിനം കടന്നു വന്നത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിൽ തൊഴിലാളികൾ നേടിയ വീരുറ്റ സമരത്തിന്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളെല്ലാം, അവകാശങ്ങളെല്ലാം ഇന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. സമ്പന്നവർഗത്തിന്റെ, കോർപ്പറേറ്റുകളുടെ ഇംഗിതത്തിന് വഴങ്ങി നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോരടിച്ച് നേടിയ 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളായി ചുരുങ്ങിയിരിക്കുന്നു. തൊഴിലാളിയുടെ എല്ലാ അവകാശങ്ങളും, തൊഴിലാളിയെ സംഘടിക്കാനുള്ള അവകാശം, തൊഴിലാളികളുടെ നിയമനത്തിനും പെൻഷനും മറ്റാനുകൂല്യങ്ങൾക്കുമുള്ള അവകാശം എല്ലാം കളഞ്ഞിരിക്കുന്നു. ഈ തൊഴിൽ നിയമങ്ങൾ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കഴിഞ്ഞ 10 വർഷവും ഏറ്റവും ശക്തമായി ഇടതുപക്ഷ സ്വാധീനമുള്ള കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. ലേബർ കോഡുകൾക്ക് ആദ്യമായി ഒരു ചട്ടം നിർമ്മിച്ചത് കേരള ഗവൺമെന്റാണ്. അപ്പോൾ തൊഴിലാളികളുടെ സംഘടന, തൊഴിലാളിയുടെ ഐക്യം പറയുന്ന അതിന്റെ പേരിൽ അധികാരത്തിലേറിയിരിക്കുന്നവർ തൊഴിലാളി വിരുദ്ധരായിരിക്കുന്നു. നമ്മൾ പിന്നെ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഇന്ന് തൊഴിൽ നിയമങ്ങൾ 12 മണിക്കൂർ എന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അതുമാത്രം പോരാ, വൈറ്റ് കോളർ ജോബ് എന്ന രീതിയിൽ അത് തൊഴിലാളിയുടെ സാധാരണ കൂലിപ്പണിക്കാരുടെ തൊഴിലാണെങ്കിൽ അതിനേക്കാൾ ഉപരിയായി വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന നമ്മൾ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുടെ ഡ്യൂട്ടി 12 മണിക്കൂറല്ല. അവർ വീട്ടിൽ പോയാലും മൊബൈൽ കൂടെ പണിയെടുക്കണം. വീട്ടിൽ പോയാലും അതിന് ആൻസറബിൾ ആയിരിക്കും. IT മേഖലയിൽ എങ്ങനെയാണ്? സ്വകാര്യ മേഖലയിൽ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്താലും നിങ്ങളെ വാട്സപ്പിൽ കൂടെ നിങ്ങളുടെ ഉത്തരം പറയേണ്ടതായി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ സമയമില്ല. നിങ്ങൾ ഇന്ന് ഏത് സ്ഥലത്ത് ചെന്നാലും ആളുകൾ പറയും സമയമില്ല. ഒരു പുസ്തകം വായിക്കാൻ, ഒരു സിനിമ കാണാൻ ഒന്നിനും നിങ്ങൾക്ക് സമയമില്ല. എന്തുകൊണ്ടാണ്? ഈ സമയം മുഴുവൻ നിങ്ങളെ കവർന്നെടുത്തിരിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ, നിങ്ങൾക്ക് ശമ്പളം തരാതെ തന്നെ നിങ്ങളെ കവർന്നെടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമുക്ക് പ്രതീക്ഷയെക്കൊണ്ട് ലോകമെമ്പാടും തൊഴിലാളികൾ സംഘടിച്ചിരിക്കുന്നു. ഇന്ത്യയിലും ഏറ്റവും ഫാസിസ്റ്റ് രീതിയിൽ ഭരണം നടത്തുന്ന
UP സർക്കാരിന്റെ യോഗി ആദിത്യനാഥിന്റെ ഒരു അവകാശങ്ങളും പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും നൽകാതെ യഥാർത്ഥ ഫാസിസ്റ്റ് ഭരണം നടത്തുന്ന ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ ആളുകളെ തമ്മിത്തൽപ്പിക്കുന്ന UP നിന്നും നമുക്ക് സന്തോഷകരമായ വാർത്തകൾ വരുന്നു. 10-12 മണിക്കൂർ പണിയെടുത്താൽ 6000 മുതൽ 9,000 രൂപ വരേക്കും കൂലി കിട്ടിക്കുന്ന തൊഴിലാളികൾ അവിടെ സംഘടിച്ചിരിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക തൊഴിലാളി യൂണിയന്റെ പേരിലല്ല, അവർ സ്വയം സംഘടിതരായി മുന്നോട്ട് വന്നിരിക്കുന്നു. അവർ ഡിമാൻഡുകൾ നേടാനായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു. ഏത് പോലീസ് അടിച്ചമർത്തിനെയും ഏത് അതിക്രമങ്ങളെയും നേരിടാൻ വീണ്ടും ചോര ചിന്താൻ അവർ തയ്യാറായിരിക്കുന്നു. സുഹൃത്തുക്കളെ, തൊഴിലാളികളുടെ ആത്മാഭിമാനത്തോടെ സ്വന്തം വർഗബോധത്തോടെ തൊഴിലാളി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേരിക്കുന്നതാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് തൊഴിലാളികൾ. തൊഴിലെടുത്തില്ലെങ്കിൽ അത് ഏതൊരു തൊഴിലും സ്വാർത്ഥതയില്ലാതെ സ്വന്തം ആവശ്യത്തിന് മാത്രമല്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു തൊഴിലാളിയും, നമ്മൾ പറയും ഒരു തൊഴിലാളി ശമ്പളത്തിന് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല, ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറും അതിലെ കണ്ടക്ടറും ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിലെ നമ്മളെ യാത്രയ്ക്ക് വേണ്ടി സാമൂഹ്യ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു ടീച്ചർ, അധ്യാപിക അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ അവരെല്ലാം സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, ഈ തൊഴിലാളികളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും ഏറ്റവും യോഗ്യർ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിലെ ഏതൊരു പരിവർത്തനത്തിനും തൊഴിലാളികളില്ലാതെ തൊഴിലാളികളുടെ അന്തസ്സോടെ ആത്മവീര്യത്തോടെ ഉശിരോടെ പോരാടേണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ ശക്തികളെയും അവരുടെ അവകാശങ്ങളെയും നേടിയെടുക്കേണ്ടതുമാണ്. നമുക്ക് ഏതെങ്കിലും പ്രത്യേക ട്രേഡ് യൂണിയനുകളെ ആശ്രയിക്കാൻ കഴിയില്ല. നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഏതെങ്കിലും തൊഴിലിലെ സംഘടനകൾ ഏതെങ്കിലും ട്രേഡ് യൂണിയന്റെ അടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, തൊഴിലാളികൾ മുന്നോട്ടിറങ്ങുമ്പോൾ അവരെ പിന്താങ്ങേണ്ടതായി വരും മറ്റു സംഘടനകൾക്ക്. നമ്മൾ കണ്ടു ആശാവർക്കന്മാരുടെ സമരം. 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെയിലും മഴയും കൊണ്ട് വളരെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരത്തെ പ്രബുദ്ധ സംഘടനകൾ, പ്രബുദ്ധ ട്രേഡ് യൂണിയനുകൾ എങ്ങനെയാണ് തള്ളിപ്പറഞ്ഞത്, എങ്ങനെയാണ് അവരെ അപമാനിച്ചത്? അപ്പോൾ നമുക്ക് അവരെ ആശ്രയിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് തൊഴിലാളി വർഗത്തിന്റെ ആത്മവീര്യത്തോടുള്ള പോരാട്ടത്തെയാണ്. അത് ഏതൊരു സംഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സംഘടന ഉണ്ടെങ്കിൽ സംഘടന നമ്മുടെ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ സംഘടന ഇല്ലാതെ നമ്മൾ ഒന്നിച്ചു നിൽക്കും. ഈ ഒരു അവസരത്തിന് വേണ്ടി തൊഴിലാളികൾ ഒന്നിച്ചു നിന്ന് ഈ മെയ് ദിനം നമുക്ക് കൂടുതൽ ആവേശവും കൂടുതൽ ആത്മാഭിമാനവും ഒരു ചടങ്ങെന്ന രീതിയിലല്ല, നമ്മുടെ അഭിമാനത്തിന്റെ, നമ്മുടെ വർഗത്തിന്റെ അഭിമാനത്തിന്റെ, സാധാരണ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ അഭിമാനത്തിന്റെ പ്രതീകം എന്ന രീതിയിലാണ് നമ്മൾ AIUTUC മെയ് ദിനത്തെ ആചരിക്കുന്നത്. അതേ ആത്മാർത്ഥതയോടെ, അതേ പോരാട്ട വീര്യത്തോടെ, അതേ ആത്മാഭിമാനത്തോടെ നമ്മൾ ഈ മെയ് ദിനത്തെ ഇന്ത്യയിലെമ്പാടും ആചരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലും AIUTUCയുടെ നേതൃത്വത്തിൽ പ്രകടനം പതിവാകും. ഈ സന്ദേശം സാധാരണ ജനങ്ങളിലേക്കും തൊഴിലാളികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്നതാണ്. നിങ്ങളേവരും അത് തിരിച്ചറിയണമെന്നും നമ്മൾ അതാത് മേഖലകളിൽ
ആത്മാഭിമാനത്തോടുള്ള പോരാട്ടത്തിന് തയ്യാറാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.